ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവർക്കും മംഗലാണ്. ഇതൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ വന്നത് എന്താ വെച്ചാൽ നമ്മളെ ഈ കിബ്ദ എന്ന് പറയും. കിബ്ദ നമ്മളെ ഈ ബീഫിൻ്റെ ഒക്കെ ലിവർ നമ്മളെ ഈ കടയിലൊക്കെ സാൻഡ്വിച്ചിന് വേണ്ടി ഉണ്ടാക്കും. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കണേ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഉണ്ടാക്കുന്ന സിസ്റ്റമാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന സിസ്റ്റമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന സിസ്റ്റം. പിന്നെ നമുക്കിത് കൂടുതൽ പോകണമുണ്ട്. ആൾക്കാർ കൂടുതലും കസ്റ്റമർ ചോദിച്ചു വരുന്ന സാധനം സൗദി ആൾ കിബ്ദ എന്നാ പറയാം. അങ്ങനെ കാണിച്ചതാണ്. നമ്മൾ ഉള്ളിയൊക്കെ വെട്ടിയരിഞ്ഞ് 1.5 ഉള്ളി എടുത്ത് വാട്ടിൻ്റെ മോജ ഉള്ളിയായിരുന്നു. അതിലേക്ക് 2-3 ചെറിയ തക്കാളി. ഉള്ളി വാടിൻ്റെ ശേഷം കിബ്ദ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സമയം 2 സമയത്തിന് വൈകുന്നേരം ഉണ്ടാക്കും, രാവിലെ ഉണ്ടാക്കും, വൈകുന്നേരം ഉണ്ടാക്കും. രാവിലെ നമ്മളൊരു കേസ് എടുക്കും, ഉണ്ടാക്കും. വൈകുന്നേരം അതുപോലെ ഒരു കീസ് ഉണ്ടാക്കും. നിങ്ങൾ കീസിലാക്കി വെച്ചാണ്. പിന്നെ തക്കാളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളി വാട്ടിയ ഉള്ളിക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ ഉള്ളി വാട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നാക്കിയാലും വെന്ത് റെഡിയാകുമ്പോൾ കിബ്ദ എന്ന സാധനമാണ്. അത് നമ്മൾ ഈ കണ്ടിട്ട് കഴുകാൻ നോക്കിയിട്ടാണ് നല്ലോണം കഴുകിയത്. കാരണം ഇങ്ങനെ കഴുകി വെച്ചാലും 2 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മളെ ചോര ഇങ്ങനെ ഇറങ്ങി കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം ഒന്ന് കഴുകി വെച്ചിട്ട് ഇതാക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലിടാൻ നേരത്തൊന്നാണ്ട് നോക്കിയാണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയാൽ മതി. അത് ഇട്ടതിന് ശേഷം എന്താണ് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കുരുമുളക് പൊടി ഇട്ടാ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടി നിർബന്ധമാണ് കിബ്ദക്ക്. ആ ഒരു കറുത്തിട്ട് നല്ല രസം, നല്ല കളറിട്ട്. മല്ലിപ്പൊടി, ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത നല്ലൊരു രസമുള്ള കളർ കിട്ടും കുരുമുളക് പൊടി ഇട്ടുമ്പോൾ. ചിലർക്ക് നല്ല ലേശം എരിവ് വേണം, അപ്പോൾ അതും കൂടി ആയി കിട്ടും. ഇത് പിന്നെ മുഷക്കൽ പൊടിയാണ്. എല്ലാ പൊടിയും മിക്സായിട്ടുള്ള പൊടി തന്നെ. മുഷക്കൽ പൊടി എന്നാ പറയാം. നമ്മുടെ നാട്ടിലുണ്ടാറില്ല, ഇവിടെ ഉണ്ട്. ഏതായാലും ഇത് ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടി. കാശ്മീരി മുളക് പൊടി ലേശം ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പിന്നെ കൂടുതൽ എരിവ് ഇവർക്ക് അറബികൾക്ക് പറ്റില്ല. അപ്പോൾ ചെറിയ എരിവ് നമ്മുടെ കാശ്മീരി ഇട്ടെടുത്ത് ഒരു ശേഷം ചൂടുവെള്ളം വെച്ചെടുത്താൽ ഈ മസാല ആയി വരുമ്പോഴേ അതിലുള്ള നീരൊക്കെ വറ്റി ഉണങ്ങും. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ശേഷം വെള്ളം വെച്ചു. അങ്ങനെ മസാല ഒന്നാക്കി മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് ഉടഞ്ഞ് നിൽക്കണം.
ഉടഞ്ഞ് നല്ല കാഴം പോലെ ആകുമ്പോൾ കണ്ടല്ലോ അങ്ങനായി. ഇനി ആദ്യമൊക്കെ 2 ചെറിയ ക്യാപ്സിക്കോ വെട്ടി അരിഞ്ഞിട്ട് ചേർത്തിക്കണം. എന്തിനാണ് നമ്മളെ മുന്നിൽ വെക്കുമ്പോൾ ഡെക്കറേഷൻ പോലെ നല്ല രസമുണ്ടാവും കാണാൻ. അങ്ങനെ ചെയ്ത് കുറച്ച് ഇവിടെ നമ്മൾ സാൻഡ്വിച്ച് കടയിലൊക്കെ മുൻഭാഗത്ത് ഹീറ്റർ ഉണ്ടാവും, ഒരു പാത്രത്തിൽ, നീട്ടുള്ള പാത്രത്തിൽ. നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കലാണ്. അപ്പോൾ ഒരു ചൂടുണ്ടാവും, ചെറിയ ചൂട് ഉണ്ടല്ലേ, കൊണ്ടുപോയിട്ട് വെക്കണം. അതിൽ വെള്ളം ഉണ്ടാവും, അതിൽ ചൂടാക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.